ഹേ എവരിവൺ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് 21 വയസ്സായി. ആൻഡ് താങ്ക്സ് ടു മൈ പാരൻസ് ആൻഡ് ഗാഡ്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയൊരു ഗേൾസ് ഡേറ്റിന് വേണ്ടിയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ നിങ്ങളും വാ, നമുക്ക് പോവാം. ഇന്നലെ ഞാൻ ഓർഡർ എടുത്ത് അതിനാണ് ഞാൻ രാവിലെ പോയത്. നീ പറയണേനൊക്കെ മുന്നേ അപ്പൊ പോവല്ലേ. അപ്പോൾ അവൾ എങ്ങനെയാണ് ഈ സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്തതെന്നുള്ള ഷോർട്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. ഹലോ, ഹായ്, എൻ്റെ പേര് സാനിയ. ഞാൻ അമ്മുൻ്റെ, വിസ്മയുടെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ, ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 17 ഒക്ടോബർ 18 അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഷീ ഈസ് ടേണിങ് ടു 21 ഇയേഴ്സ്. സോ ഞാൻ കുറച്ച് സർപ്രൈസസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഫ്ലോപ്പായി പോയി. ഒന്നും നടന്നില്ല, പ്ലാനിങ് പോലും ഒന്നും നടന്നില്ല. മഴ എന്നെ ചതിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ അവൾക്ക് മേടിച്ചിട്ടുണ്ട്. ഷീ ഈസ് സൂപ്പർ ക്രേസി അബൌട്ട് ഇയറിങ്സ് അവൾക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇയറിങ്സും കുറച്ച് ആക്സസറീസൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മിനിമലായിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കാണാൻ ഞാൻ വെച്ചത് ഗിഫ്റ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കൊക്കെ വീഡിയോ എടുക്കണമെന്നാണ്, പക്ഷെ ഒന്നും നടന്നില്ല. സോ നമുക്ക് ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാൻ അതൊരു ബോക്സിൽ അറേഞ്ച് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഞാനിപ്പോൾ വിചാരിക്കണമെന്ന് വെച്ചാൽ അവൾക്ക് ഷർട്ട് മാത്രം ഇപ്പോൾ കൊടുക്കാം എന്നാണ്. ഈ ഒരു സെറ്റിലെ ബോക്സ് ഞാൻ ചെയ്തത് അത് നമുക്ക് നാളെ കൊടുക്കാമായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവൾ വിചാരിക്കുമല്ലോ ആ ഷർട്ടാണ് ഇവൾ മേടിച്ചെന്ന്, സർപ്രൈസ് എന്നുള്ള മൈൻഡിൽ അവളങ്ങ് ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻ. പിന്നെ മമ്മി വാങ്ങിച്ചിരുന്ന ഒരു ഡ്രസ്സും കൂടിയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ അവൾക്ക് കൊടുക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. കാരണം ഇപ്പോൾ സപ്പോസ് അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതെന്തായാലും ആദ്യം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം, അവളെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും നോക്കാം. 12 മണിയായി, 12 മണി കഴിഞ്ഞു, 12:02 തോന്നുന്നു. നമുക്ക് അവൾ ഉറങ്ങിയോ ഇല്ലേന്ന് അറിയാൻ വയ്യ. ഞാൻ കാരണം കുറച്ച് മുന്നേ പുറത്തോട്ട് ഇറങ്ങിയപ്പം സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു, ലൈറ്റ് കിടന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ശരിക്കും എനിക്ക് സർപ്രൈസസ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഈ ഒരു മൊമെൻറ്റിലായിരുന്നു. ഒക്ടോബർ 18 രാവിലെ 12 മണിക്ക്, രാവിലെ മീൻസ് പാതി രാവിലെ അവൾ എൻ്റെ റൂമിൽ വന്നിട്ട് എനിക്ക് 2 ഗിഫ്റ്റൊക്കെ തന്നു. 2 ഡ്രസ്സാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. മീൻസ് അത് കുറവാന്നല്ല, ബട്ട് അതെനിക്ക് ഭയങ്കര മോർ ദാൻ ഇനഫായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ അതിന് ശേഷം അവളങ്ങ് പോയത് തന്നിട്ട്. അപ്പം അവൾ നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. അവൾക്കറിയത്തില്ല ഒരു സാധനം കൂടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ അങ്ങ് വെക്കാം അല്ലേ. നാളെ നമുക്കത് സെറ്റാക്കാം. ഇതാണ് അവളുടെ മൈൻഡിൽ ഇപ്പോൾ ഇരിക്കുന്നത്, അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇന്ന് രാവിലെ കാണാം. ബൈ. ഹലോ, അപ്പോൾ നമ്മൾ പുറത്ത് കാണാനാണല്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാം. ഞാൻ ഈ സാധനങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്നലെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇന്നലെ അവൾക്കൊരു ബൊക്കയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അത് ഇന്ന് രാവിലെ ഞാൻ പോയി കളക്ട് ചെയ്തു. എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതും ഞാനിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര ഹാപ്പിയായി. അപ്പം ഇനി ഒരു സാധനം കൂടെ ഉള്ളത് അവൾക്കറിയത്തില്ല. അപ്പോൾ അതിന് നമുക്ക് പതുക്കെ ഇപ്പം കൊടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ കാറിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അവൾക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ നോക്കിയത്, ഓ കൊള്ളാമോ എന്ന് ഞാൻ പണിയിട്ട് ഇന്നലെ രാത്രി എനിക്ക് 12 മണിക്ക് വന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത്. ഇത് മമ്മി തന്നത്. മമ്മി എന്ന് പറയുമ്പോൾ ഇവളുടെ അമ്മയാണ്. പിന്നെ എനിക്ക് ഇവളും ഒരു ഷർട്ട് എടുത്ത് തന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് അതൊക്കെ കാണിച്ചു തരാം. രാവിലെ എനിക്കൊരു ബൊക്കെയൊക്കെ കൊണ്ടുവന്നു. ഷീ മെയ്ഡ് മൈ ഡേ. ഇത്രയും ബ്ലോക്കിൽ അവള് അടട മഴട എൻജോയ് ചെയ്ത് വണ്ടി ഓട്ടിക്കുന്ന ആൾ. ബ്ലോക്കിൽ നമ്മൾ എൻജോയ് ചെയ്യണം. ഭയങ്കര ബ്ലോക്ക്.
ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില സമയം ഞാൻ ഇങ്ങനെയൊക്കെ ആശുപത്രിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ലുലു ആയി. ഞങ്ങളൊരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരു 1:50 ആയപ്പോൾ ലുലു എത്തി. ഇനി വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം, എന്നിട്ട് കാണാൻ ബാക്കി. ടൂ വീലറിൽ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. ശരിക്കും അത് ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാ കാറിൽ വന്നത്. ഇവിടെയാണ് എൻ്റെ തേർഡ് സർപ്രൈസ്. അപ്പോൾ ഡാഷ്ബോർഡിൽ നിന്ന് ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ ഡാഷ്ബോർഡ് തുറന്നപ്പോഴത്തേക്കും ദേ വീണ്ടും ഒരു ഗിഫ്റ്റ്. അവിടെ ഞാൻ ശരിക്കും അങ്ങനെ ഈ വർഷത്തെ സർപ്രൈസുകളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ വണ്ടി ഇടിച്ച് മുന്റെ അടുത്ത സർപ്രൈസ് അമ്മ ഞാൻ ആ ട്രെയിനിൽ കയറ്റും. ലുലു എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾക്ക് പോകാൻ എപ്പോഴും ഇഷ്ടം മിനിസോയിലാണ്. ഞാൻ ഇതുവരെ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ പോയി അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണാനും ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ മിനിസോയിലൊന്ന് കറങ്ങാൻ വേണ്ടി കയറിയതാണ്. അമ്മു, നിന്റെ നെക്സ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് കയറുന്ന എന്ത് നിനക്ക് മേടിക്കാം. അവള് വെകളിത്തരം കാണിക്കുകയാണ് വിരവിര. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ ഏരിയയിലോട്ടൊക്കെ പോയാൽ ഗേൾസിൻ്റെ ഒക്കെ ഒരു ഇന്നർ ചൈൽഡ് അപ്പോൾ പുറത്ത് വരും. അപ്പോൾ പിന്നെ ഇതൊക്കെയാ പതിവ്. പക്ഷെ നല്ല കളക്ഷൻസ്. സെയിം നിന്നെ പോലെ ഇരിക്കുന്ന ഒരാളെ ഞാൻ എടുത്തു തരട്ടെ. എടി ഇതല്ലേ ഇടി അന്ന് നമ്മൾ ഇതാക്കിയ നീ വെച്ചേ. ഇതാണ് ഞങ്ങളുടെ ഏരിയ. നമ്മൾക്ക് രണ്ടുപേർക്കും മണുണ്ടോ? അപ്പോൾ മിനിസോയിൽ കയറി ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പോകുന്നത് സ്റ്റുഡിയോ. എന്തോ ദീപാവലി കളക്ഷൻസ് ഒക്കെ എവിടെ പോകണം. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങളൊരു ഗ്രീൻ ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ഒക്കേഷൻ ഇതുപോലെ വരുവാണേ മേടിക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് മേടിച്ചില്ല. പക്ഷേ അവൾക്കൊരു ഷർട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡി ഷേമ് ചെയ്യല്ല കേട്ടോ, ബോഡി കോൺ എടുത്ത് വെച്ചിട്ട്. What do you prefer? നീ എന്താ പ്രിഫർ ചെയ്യണം? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് വിഷം. നീ അല്ലേ ബർത്ത്ഡേ ഗേൾ? ആസ് യു വിഷ്. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ ഓൾറെഡി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈപ്പറിൽ വന്ന് ഒരു 7-up എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹൈപ്പറിലോട്ട് കയറി 7-up ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കാണുന്നത് വെറും അഭിനയമാണ്. ഞാൻ പറഞ്ഞെടുപ്പിച്ചൊരു വീഡിയോ ആണ്. എനിക്ക് ഈ വീഡിയോ ആവശ്യമുള്ളതുകൊണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനും അവളും ഒരുപോലെയാണ്, ഒരു കോംപ്രമൈസിങ്ങും ഇല്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നന്നായിട്ട് കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി എന്തുവാ ഇത്? ആരാണ്? എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഹൈപ്പറിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. സോ ഞങ്ങൾ ലുലുവിൽ ഇറങ്ങി. ഇനി ഒന്ന് ബീച്ചിലും കൂടെ പോകണം. അതിന് മുന്നേ എനിക്ക് ഒരാൾ നിന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്.
അങ്ങനെ ഞാൻ ദേ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യട്ടെ. ഐ ആം സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ്. ഇതൊക്കെ എവിടെ ഒപ്പിച്ചാ? ഇത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ വെച്ചത്, അതിന്റെ ഓർഡർ ഒക്കെ മാറി. ഇതെനിക്ക് ആദ്യം വായിക്കാം. അത് അങ്ങനെയൊക്കെ ചെയ്ത അത് പിറക് നോക്ക്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. You are my little sister, I love you. എനിക്ക് കരച്ചിൽ വരും ഇതൊക്കെ കാണുമ്പോ. Happy birthday, gorgeous. We share a bond like sisters and moreover like best friends. You are my best gifts. I'm so lucky to have you. അവൾ തന്ന ആ നോട്ട് ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഭയങ്കര സെൻറ്റിമെൻ്റൽ ആയിരുന്നു. കാരണം അവൾ എടുത്ത ആ ഒരു ടൈമും എഫേർട്ടും ഒക്കെ എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്കിങ്ങനെ ഒരാളുടെ നിന്ന് കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് തന്നെ. സോ ഞാൻ ഭയങ്കര ഇമോഷണലായി. എന്നെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വർത്തായിരിക്കും. കുഞ്ഞ് എഫേർട്ട്, കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് എനിക്ക് വലുതായിരിക്കും. അപ്പോൾ ഇവളെടുത്ത ഈ ഒരു ടൈമും അവളുടെ ആ ഒരു എഫേർട്ടും ഒക്കെ ഞാനത് കണ്ട് ഭയങ്കര ഇമോഷണലായിപ്പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ആ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. പോകാൻ പറ്റിയില്ല, വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. സോ തിരിച്ചു പോവുകയാണ്. പിന്നെ വേറൊരു ദിവസം ബീച്ച് അല്ല, നാളെ നമ്മൾ ബീച്ച് പോകണുണ്ടല്ലേ? എന്തായാലും പോകും. അപ്പം ഇനിയിപ്പോൾ അപ്പോൾ വീട്ടിലോട്ട് പോവാം. നാളെ ഇപ്പോൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. സോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എവിടെ നമ്മള് അങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ ഇത് നമ്മള് മറ്റേ കഴക്കൂട്ടല്ലല്ലോ, കഴക്കൂട്ട് എത്തുന്നു. മലബാർ ബൈറ്റ്സിന്റെ അവിടെ എത്തി. നമ്മള് മറ്റേ അഫ്ഗാനി റൈസ് കഴിച്ചില്ലേ, അവിടെ എത്തി. മലബാർ കിസ കഴിഞ്ഞല്ലോ. കോളുണ്ട്, നല്ലോണം ഉണ്ട്. അവള് ഈ മഴക്കോളില് ഈ ഒരു കാലാവസ്ഥയില് അരികില് പാട്ട് വിട്ട് റൊമാൻറ്റിക്കായി വണ്ടി ഓട്ടിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ലുലു ഒക്കെ പോയി. ഇപ്പം അതാ വീടെത്തി. എപ്പോഴാണെന്ന് ഫ്രീ ആയത്. അപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേ ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പുറത്ത് പോയി ഇങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടില്ല. ഞാൻ അങ്ങ് ഇൻറ്റൻസ് ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവൾ എഫേർട്ട് എടുത്തു ഇതിൻ്റെ ബാക്കിൽ. അതായത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അവൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മൊത്തത്തിൽ സർപ്രൈസ് എല്ലാം കണ്ടു വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇതിൽ 21 സാധനങ്ങളുണ്ട്. ഐ മീൻ എനിക്ക് 21 ആയതുകൊണ്ട് 21 ഗിഫ്റ്റ്സാണ്. പിന്നെ എനിക്ക് ബൊക്കെ തന്നു. എനിക്ക് ഫസ്റ്റ് ടൈം, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ബൊക്കെ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്. അപ്പോൾ അവൾക്കത് അറിയാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഈ ഒരു ലെവല്. എൻ്റെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അവൾ, സിസ്റ്റർ-ഇൻ-ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇത്രയും ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളത് അവൾ ഇന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഇത്രയും എൻ്റെ ബർത്ത്ഡേക്ക് ഇത്രയും ഞാൻ ഹാപ്പി ആയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ജനിച്ചിട്ട് ഇന്നേ വരെ 21st ബർത്ത്ഡേക്കാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളത്. ഒരാൾ എങ്ങനെയൊക്കെ എഫേർട്ട് ഇടാമെന്ന് എനിക്കിന്ന് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്താണ്, ഷീ മെയ്ഡ് മൈ ഡേ എന്ന് തന്നെ പറയാം. അവളുടെ എഫേർട്ട് മൊത്തം എടുത്ത് എനിക്ക് ലൈക്ക് ആ ഒരു ഞാൻ ഈ ഒരു ഗിഫ്റ്റിൽ എഴുതിയ ആ ഒരു നോട്ട് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. പിന്നെ അമ്മ ഇവിടെ വീട്ടിലെ പായസമൊക്കെ വെച്ചു.
എനിക്ക് അച്ഛൻ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ അച്ഛൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ. പിന്നെ അമ്മ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയായിരുന്നു. ഞങ്ങളുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയായിരുന്നു. പിന്നെ എൻ്റെ മാമി എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഞാനത് കാണിച്ചു തരാം. എൻ്റെ മാമി എനിക്ക് ഇന്നലെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. മാമി ഈ ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു സാധനം സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അടിപൊളി, നോക്കൂ, ഒരു ബ്രൈഡ് പോലെ. ആൻഡ് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാമിയുടെ മോൻ, അതായത് എൻ്റെ കസിൻ ബ്രദർ, അവൻ വന്നിട്ട് അവർ കുഞ്ഞ് എഫേർട്സാണ് എടുക്കുന്നതെങ്കിൽ പോലും അവരുടെ കുഞ്ഞു കാര്യങ്ങളാണ്, കുഞ്ഞ് എഫേർട്സ് അല്ല, കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ മെയ്ഡ് അവർ ഡേ എന്ന് പറയത്തില്ലേ, ഇതെനിക്ക് വരച്ചൊക്കെ തന്നെ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർ വരച്ച് തന്നതാണ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ, സംഭവം അത്രയേ ഉള്ളൂ. പക്ഷേ അവൻ എടുത്ത എഫേർട്ടെന്ന് പറഞ്ഞാൽ എന്താ, അത് പറയാൻ പറ്റാത്തത്ര വേർത്താണ് അതിനുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞ് കസിൻ ബ്രദർ. അവൻ കൊണ്ടുവന്ന ആ ഒരു പേപ്പറാണ് ഇപ്പോൾ എനിക്ക് തരുന്നത്, അവൻ്റെ ആ ഒരു ഗിഫ്റ്റ്. അവൻ എടുത്ത ആ ഒരു വലിയ എഫേർട്ട്, ആ ഒരു കുഞ്ഞ് പേപ്പറിൽ അവൻ എടുത്ത ആ ഒരു വലിയ എഫേർട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇനഫായിരുന്നു. ഒരു സർപ്രൈസും കൂടെ ഉണ്ട് അവൾക്ക്, അത് അവൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ എൻ്റെ ലാസ്റ്റ് സർപ്രൈസ്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മയും. പിന്നെ ഇത് മമ്മി എന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇൻ ലോയുടെ അമ്മയാണ്. പിന്നെ സിസ്റ്റർ ഇൻ ലോയുടെ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് എനിക്കൊരു കേക്കും എനിക്കൊരു ഷർട്ടും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല ആളുകളുടെ എഫേർട്ട് കൊണ്ട് എൻ്റെ ബർത്ത്ഡേ ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഡേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും. എന്നാൽ പോലും ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഹാപ്പിയാണ് ആ ഡേ ഓർക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.